بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ആദ്യമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ഭക്തി പ്രകടനമാണ് സുജൂദ് എന്നത്. സുജൂദിനെ കുറിച്ച് നിരന്തരമായി നമ്മൾ സംസാരിക്കുന്നു. സുജൂദിന്റെ പഠനങ്ങളിൽ നമുക്ക് ബോധ്യമാകുന്ന വളരെ അത്ഭുതകരമായ അറിവുകൾ എമ്പാടും ഉണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറയിൽ വെച്ച് നമ്മളെ തിരിച്ചറിയുന്ന ഒരു അമല് കൂടിയാണ് സുജൂദ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുജൂദ് നിരന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അവനൊരു യഥാർത്ഥ സത്യവിശ്വാസിയായി നിസ്കാരം പോലെയുള്ള കാര്യങ്ങളിലൂടെ സജീവമായിരുന്നു എങ്കിൽ ഉറപ്പായും അവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയും, സുനിശ്ചിതമാണ്. അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഭയവിഹുലരായ സർവ്വസൃഷ്ടികളും വിയർത്തൊലിച്ചു നിൽക്കുക എന്നതാണ് പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുള്ളത്, ആ സമയത്ത് അമ്പിയാക്കൾ പോലും പേടിച്ചരണ്ടു പോകുമെന്നാണ്. ഒരഭയത്തിനു വേണ്ടി എവിടെ അഭയം ചോദിച്ചു ചൊല്ലുമെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു രംഗമാണ് മഹ്ശറയുടെ രംഗം. അവിടെ സുജൂദിന്റെ മഹത്തായ ബന്ധം ഒരു സത്യവിശ്വാസിയോട് തീർച്ചയായും സ്ഥാപിക്കുന്ന ആളാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഖം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളിൽ നമുക്കിത് കാണാൻ കഴിയും. സുജൂദ് ചെയ്ത ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ മുഖത്തൊരു പ്രത്യേക പ്രകാശമായിരിക്കുന്ന, ആ പ്രകാശം കൊണ്ടാ തിരിച്ചറിയാം. സുജൂദ് ജീവിതത്തിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ മുഖത്ത് ദുനിയാവിലും മാത്രമല്ല പ്രകാശമുള്ളത്, ദുനിയാവിലൊരു വെളിച്ചമുണ്ട്, അവരെ കാണാൻ നല്ല രസമായിരിക്കും. ആ വെളിച്ചം ആഖിറത്തിലും ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ സ്വഹാബി പ്രമുഖൻ അബൂ ദർ റളിയല്ലാഹു അൻഹു, മറ്റൊരു സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് മഹാന്മാരായ സ്വഹാബികൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹ്ശറയുടെ വർണ്ണന ഈ രണ്ട് സ്വഹാബികൾ ഒരേ സമയം ഈ ഹദീസ് നിവേദനം ചെയ്യുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അവ്വലു മൻ യുഅ്ദനു ലഹു ഫിസ് സുജൂദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യം സുജൂദ് കൊണ്ട് അനുവാദം കിട്ടപ്പെടുന്നത് എനിക്കായിരിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനപ്പോൾ അവിടെ ഖിയാമത്ത് നാളൊരു സുജൂദ്? ഭയവിഹുലതയുടെ പ്രകടനം അള്ളാഹുവിന്റെ മുന്നിൽ കാണിക്കാൻ അള്ളാഹ് അനുവാദം കൊടുക്കാം. മഹാന്മാരായ അമ്പിയാക്കൾ നിരന്തരം അതിനുവേണ്ടി ഓരോ നിലക്ക് പരിശ്രമിക്കുക. ദുആ കൊണ്ടാവാം, അമല് എന്ന തലത്തിൽ ഒന്നിനെയും അവിടെ പരിഗണിക്കേണ്ടതില്ല. കാരണം അമലിന്റെ ഘട്ടം കഴിഞ്ഞു, അത് ദുനിയാവായിരുന്നു, ദുനിയാവ് അവസാനിച്ചു. മഹ്ശറയിൽ പ്രത്യേകം അനുവാദം കിട്ടി സുജൂദിന്. ആദ്യം അനുവാദം കിട്ടുന്നത് ഹബീബായ നബി തങ്ങൾ പറയാം അവിടുത്തേക്കാണെന്ന് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീണ്ട സുജൂദിൽ മദിയാക്കു സുജൂദ് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം ആദ്യം കിട്ടുന്നതും എനിക്ക് തന്നെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅർഫഉ റഅസി, അന്നേരം ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കുമ്പോ ഫഅൻദുറു ബൈന യദയ്യ ഫഅരിഫു ഉമ്മത്തി മിൻ ബൈനിൽ ഉമം,
ഞാൻ എൻ്റെ മുന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ മറ്റു സമൂഹങ്ങളും സമുദായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്നും എൻ്റെ സമുദായത്തെ എനിക്ക് പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുമെന്ന് പുണ്യ നബി. അള്ളാഹുവേ, ആ തിരിച്ചറിയുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. എന്നിട്ടോ വഅൻദുറു അൻ യമീനി ഫഅരിഫു ഉമ്മത്തി മിൻ ബൈനിൽ ഉമം വഅൻദുറു അൻ ശിമാലി ഫഅരിഫു ഉമ്മത്തി മിൻ ബൈനിൽ ഉമം. ഞാൻ എൻ്റെ ഇടത്തേക്കും വലത്തേക്കും മാറി മാറി നോക്കും, അപ്പോഴും മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ നിന്നും എൻ്റെ സമുദായത്തെ എനിക്ക് പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വകൈഫ തഅരിഫു ഉമ്മതക മിൻ ബൈനിൽ ഉമം മാ ബൈന നൂഹ് ഇലാ ഉമ്മതിക. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് ശർഈ നിർബന്ധമാകുന്ന അവിടുന്ന് അങ്ങയുടെ സമൂഹം വരെ ഇത്രയും ജനകോടികൾ നിലനിൽക്കുന്നിടത്ത്, ഇത്രയും ജനകോടികൾ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങയുടെ സമുദായത്തെ മാത്രം എങ്ങനെയാ തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിയാ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുഹജ്ജലുൻ മിൻ അഥരിൽ വുദു. ഒന്നാമത് എനിക്ക് അവരെ തിരിച്ചറിയാനുള്ള അടയാളം, അവർ ഉളൂ ചെയ്തതിന്റെ ഭാഗങ്ങളൊക്കെ, ഉളൂന്റെ വെള്ളം സ്പർശിതമായ ഭാഗങ്ങളൊക്കെ വെളുത്തിരിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യം എന്റെ സമുദായത്തെ തിരിച്ചറിയാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅരിഫുഹും അന്നഹും യുഅ്തൂന കുതുബഹും ബിഐമാനിഹിം. രണ്ടാമത് അവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ കിതാബുകൾ വലങ്കയിൽ കൊടുക്കപ്പെടുന്നു എന്നതാണ്. വഅരിഫുഹും ബിസിമാഹും ഫി വുജൂഹിഹിം മിൻ അസ്രി സുജൂദ്. മൂന്നാമത് ഞാൻ എൻ്റെ സമൂഹത്തെ അവരുടെ ഇടയിൽ നിന്നും തിരിച്ചറിയുന്നത് എൻ്റെ സമുദായത്തിന്റെ അംഗത്തിന്റെ മുഖത്ത് സുജൂദിന്റെ ഒരു അടയാളം ഞാൻ കാണും, വെളിച്ചമുണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅരിഫുഹും ബിനൂരിഹിം അല്ലദീ ബൈന ഐദീഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം. മാത്രമല്ല എൻ്റെ സമുദായത്തിലെ ഖബൂലായ മനുഷ്യനാണ് എൻ്റെ കണ്ണിന്റെ മുന്നിൽ തിരിച്ചറിയപ്പെടുന്നതെങ്കിൽ ആ മനുഷ്യൻ ഒറ്റക്ക് നിന്നാൽ മുന്നിലും പിന്നിലും അദ്ദേഹത്തിന്റെ ചുറ്റുപാടിലും പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപത്തിലായിരിക്കും ഞാൻ അദ്ദേഹത്തെ കാണാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രത്യേകം പറഞ്ഞു, സുജൂദിന്റെ അടയാളം കൊണ്ട്, സുജൂദിന്റെ ഒരു അനുഭവം കൊണ്ട് മുഖം വെട്ടിത്തിളങ്ങുമെന്ന്, ചുറ്റിലും അതിന്റെ വെളിച്ചം ഉണ്ടാകുമെന്ന്. അങ്ങനെ നബി തങ്ങൾ മഹ്ശറയിൽ തിരിച്ചറിയുന്ന അങ്ങനത്തെ ഒരു വിഭാഗത്തെ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നത്തു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ذلك هو الفوز العظيم. സൂറത്തുൽ ഹദീദ്. നബിയെ, അന്നത്തെ ദിവസം മുഅ്മിനീങ്ങളെ അങ്ങേക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പ്രത്യേകം പറഞ്ഞു. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ദിവസത്തെ ചൂണ്ടിയിട്ട് ഖുർആൻ പറഞ്ഞു, മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അവരുടെ മുന്നിലും പിന്നിലും ചുറ്റിലുമൊക്കെയായി അവരുടെ പ്രകാശം ഇങ്ങനെ വിസരണം നടക്കുന്നു, വിതറപ്പെടുന്നു. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നതായി അങ്ങേക്ക് കാണാൻ കഴിയും. ബുശ്റാകുമുൽ യൗം. അന്ന് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നവർക്ക് സന്തോഷം പറഞ്ഞോ നബിയേ. ജന്നത്തു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവിരാമം കളകളാരവം മുഴക്കി ഒഴുകുന്ന നദീ സമ്പൽ സമൃദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിന്റെ തോപ്പുകളാ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചതെന്ന് പറഞ്ഞേക്ക് നബിയേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അന്നത്തെ ദിവസം സുജൂദിന്റെ ഒരു ബന്ധം അള്ളാഹു മനുഷ്യരുടെ ഇടയിൽ നബിയോട് വെച്ചിട്ടുണ്ട്. ചെറിയ കാര്യമൊന്നല്ല പറഞ്ഞത്, ചെറിയ കാര്യമല്ല. സുജൂദിന്റെ അത്ഭുതം എന്താ? ഒരു അത്ഭുത പ്രവൃത്തി സുജൂദ്.
അത് ചെയ്യേണ്ടവൻ ചെയ്യുമ്പോൾ അത്ഭുതമായിട്ട് മാറാം. ഒരു സംഭവം കണ്ടോളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. കേട്ടോളൂ. സജദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൻ നജ്ം. അല്ലാഹുവിന്റെ ഹബീബിന് വലിയ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൻ നജ്ം. സൂറത്തുൻ നജ്ം വലിയ പ്രത്യേകതയുള്ള സൂറത്താണ്. ഹബീബായ നബിയുടെ ജീവിതത്തിലെ വലിയ സംഭവങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൻ നജ്ം. സൂറത്തുൻ നജ്മിൽ പറയുന്നു, വൻ നജ്മി ഇദാ ഹവ. നജ്ം നക്ഷത്രം, ആ പറയപ്പെട്ട നജ്മ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. മിഅ്റാജ് ഒക്കെ പറയുന്നത് സൂറത്തുൻ നജ്മിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സൂറത്തുൻ നജ്മ് ഓതി, വസജദ മഅഹുൽ മുസ്ലിമൂൻ വൽ മുശ്രികൂൻ വൽ ജിന്നു വൽ ഇൻസ്. സൂറത്തുൻ നജ്മ് അവസാനിക്കുന്നത് തിലാവത്തിന്റെ സുജൂദോട് കൂടെയാണ്. അതിന്റെ അവസാനത്തെ ആയത്ത് സുജൂദിന് ആഹ്വാനമുള്ള ആയത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സൂറത്തുൻ നജ്മ് ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൻ നജ്മി ഇദാ ഹവ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى. ഹബീബ് ജിബ്രീലുമായി സംഗമിക്കുന്ന രംഗങ്ങളായി പറയുന്നത്. മിഅ്റാജാ പറയാൻ പോകുന്നത്. രസകരമായ ഇങ്ങനെ പാരായണം സൂറത്തുൻ നജ്മ് അവസാനിക്കുന്നു. സൂറത്തുൻ നജ്മ് അവസാനിക്കുന്നത് തിലാവത്തിന്റെ സുജൂദിന്റെ ആഹ്വാനത്തോടുകൂടെ. അല്ലാഹുവിന്റെ ഹബീബ് ആ ഭാഗം എത്തിയപ്പോൾ കൃത്യമായി തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണ്. വസജദ മഅഹുൽ മുസ്ലിമൂൻ. ഈ പാരായണത്തിന് സാക്ഷികളായിട്ടുള്ള സർവ്വ മുസ്ലിമീങ്ങളും നബിയുടെ കൂടെ അവിടെ സുജൂദ് ചെയ്തു. മാത്രവുമല്ല, ഹബീബിന്റെ പാരായണം കേൾക്കാൻ മുശ്രിക്കീങ്ങൾ വരാറുണ്ട്. അവരും സുജൂദ് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പാരായണത്തിന് വേണ്ടി, അത് കേൾക്കാൻ വേണ്ടി ജിന്നുകൾ വരാറുണ്ട്. അവരും സുജൂദ് ചെയ്തു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ എന്താ, ഇതൊരു അത്ഭുതകരമായ കർമ്മമാണ്. ഇതിലേക്ക് ലയിക്കും കണ്ടു നിൽക്കുന്നവൻ പോലും. പക്ഷെ ചെയ്യുന്ന ആള് അത്ര ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന ആയത്ത് സുജൂദ് വന്നപ്പോ ചെയ്തു പോയി. സുജൂദുകളെ കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 സുജൂദുകളുണ്ട്. വേഗം പറയാം. അതിന്റെ ഒരു കർമ്മശാസ്ത്ര ബന്ധിതമായ ഒരു ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയാം. 1 സഹ്വിന്റെ സുജൂദ്, 2 തിലാവത്തിന്റെ സുജൂദ്, 3 ശുക്റിന്റെ സുജൂദ്. സാധാരണക്കാര് പ്രത്യേകം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഇത് ചർച്ച സജീവമായ ചർച്ച ഇതിനെ കുറിച്ച് ഉണ്ടാവലില്ലല്ലോ. ആദ്യം നമുക്ക് സഹ്വിന്റെ സുജൂദിനെ കുറിച്ച് പറയാം. ഹുവ സജദത്താനി ഖുബൈല സലാം വഇൻ കസറ സബബുഹു. സഹ്വിന്റെ സുജൂദ് 2 എണ്ണമാണ്. നിസ്കാരത്തിലാണ് അതുള്ളത്. അത് സലാം വീട്ടുന്നതിന്റെ തൊട്ടു മുമ്പാണ് ചെയ്യേണ്ടത്. സഹ്വിന്റെ സുജൂദ് ചെയ്യാനുള്ള കാരണങ്ങൾ ഇനി പറയും. ഒരു കാരണമായാലും ഒന്നിലധികം കാരണങ്ങളായാലും നിസ്കാരത്തിൽ സംഭവിച്ചാൽ, ഒന്നിലധികം കാരണങ്ങളായാലും 2 സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. സഹ്വിന്റെ സുജൂദ് അത് വൽ ജുലൂസ് ബൈനഹുമാ കസജദതൈ സ്വലാഹ്. നിസ്കാരത്തിൽ സാധാരണ നമ്മൾ സുജൂദ് ചെയ്യുന്നത് ജോഡിയായിട്ടാണ്. 2 സുജൂദ് ഒരുമിച്ചല്ല ചെയ്യാം. സഹ്വിന്റെ സുജൂദ് അതുപോലെ തന്നെയാണ്. 2 സുജൂദ് നിസ്കാരത്തിൽ സാധാരണ ചെയ്യാറുണ്ടല്ലോ. ഓരോ റക്അത്തിലും ഈ 2 സുജൂദ് ഉണ്ടല്ലോ. അതിന്റെ ഇടയിലുള്ള ഇരുത്തം അതുപോലെ തന്നെയാണ് സഹ്വിന്റെ സുജൂദും, അതിന്റെ ഇടയിലുള്ള ഇരുത്തവും. എന്നാലും സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. യജിബു ഖസ്ദുഹു ലിഗൈരി മഅ്മൂമിൻ ഇൻദ ശുറൂഇ ഫീഹി.
ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമുക്ക് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട ഘട്ടത്തിലാണെങ്കിൽ ആ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യാണെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവണം. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള് മഅ്മൂമ അല്ല. അതുപോലെ ഇമാമായി നിൽക്കുന്ന ആളും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളും സഹവിന്റെ സുജൂദ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യാണെന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിൽ ആ കരുതൽ ഉണ്ടാവണം. അതതിന്റെ ഒരു നിബന്ധനയാണ്. മഅ്മൂമിന് കുഴപ്പമില്ല, ഇമാമിനെ അങ്ങോട്ട് തുടർന്നാൽ മതി. സഹവിന്റെ സുജൂദ് ചെയ്യുന്ന ഘട്ടത്തിൽ അങ്ങനെയാണ്. എന്തിനാണ് സഹവിന്റെ സുജൂദ് ശറഇൽ ഒരു അമലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇത് അമലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ശറഅാക്കപ്പെട്ടിരിക്കുന്നത്, ഈ സഹവിന്റെ സുജൂദ് ശറഅാക്കപ്പെട്ടിരിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന പിഴവുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുജൂദ് ശറഅാക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണ ഈ സഹവിന്റെ സുജൂദിന്റെ ഒരു പ്രധാന കാരണമായി കാണാറുള്ളത് അസ്സഹ്വു, മറവി സംഭവിക്കലാണ്. നിസ്കാരത്തിൽ പല മറവിയിൽ എന്തെങ്കിലും സംഭവിക്കലാണ്. എന്തായാലും സഹവിന്റെ സുജൂദിന്റെ അടിസ്ഥാന സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനം സുന്നത്ത് മുഅക്കദയാണ്, ശക്തമായ സുന്നത്ത്. അതിന്റെ വിധി ശക്തമായ സുന്നത്തേ ഉള്ളൂ. സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. ഒരു മനുഷ്യൻ സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണെന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം മിക്കവാറും എല്ലാവരും ഓർമ്മ അത് നിർബന്ധമാണെന്ന്. അങ്ങനെയൊന്നുമില്ല. സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്ത് ആർക്കാണ്? ഒരുപാട് ആളുകൾ നിസ്കാരത്തിന് തന്റെ പിന്നിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാമ് നിൽക്കുന്ന ആള് താൻ സഹവിന്റെ സുജൂദ് ചെയ്താൽ ജനങ്ങൾക്ക് വസ്വാസാവെന്ന് കണ്ടാൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ജനങ്ങൾക്ക് വസ്വാസാകാത്ത നിലയിലുള്ള ഒരു ജമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണെങ്കിൽ അയാൾക്ക് ശക്തമായ സുന്നത്താണ്. അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവന് ശക്തമായ സുന്നത്താണ്. ജനങ്ങൾക്ക് വസ്വാസാവുകയും ആ ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാ. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾക്ക് വസ്വാസാവൂല. സാധാരണ അങ്ങനെ വസ്വാസാവലില്ല. വസ്വാസാകാത്തോടത്ത് ഇമാമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഒക്കെ സഹവിന്റെ സുജൂദ് അതിനുള്ള കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ സുന്നത്താണ്. അതുപോലെ തന്നെ ജനാസ നിസ്കാരം അല്ലാത്തതിലാണ് സഹവിന്റെ സുജൂദ് ഉള്ളത്. ജനാസ നിസ്കാരത്തിലെ പിഴവിന് സഹവിന്റെ സുജൂദ് ഇല്ല. കാരണം ജനാസ നിസ്കാരത്തിൽ അടിസ്ഥാനപരമായ സുജൂദ് ഇല്ല, ഫർദായ സുജൂദ് ഇല്ലല്ലോ. പിന്നെ സുന്നത്ത് മുഅക്കദ, ശക്തമായ സുന്നത്തായ സഹവിന്റെ സുജൂദ് എന്തായാലും ഉണ്ടാവൂല. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വസ്വാസാവുമെങ്കിൽ നിസ്കാരത്തില് ഒരു മനുഷ്യൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല എന്നും ഫുഖഹാഇന് അഭിപ്രായമുണ്ട്. സഹവിന്റെ സുജൂദ് സാധാരണ ചെയ്യാനുള്ള കാരണമായി പറയപ്പെടാറുള്ളത് 6 കാര്യങ്ങളെയാണ്. ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹവിന്റെ സുജൂദിൽ പരിഗണിക്കപ്പെടുന്ന 6 കാരണങ്ങൾ. ഒന്നാമത്തേത്, ഈ 6ൽ ഒരു കാരണം ഉണ്ടെങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യാം. ഒന്നാമത്തേത് തർക്കു ബഅ്ദിൻ മിൻ അബ്ആദി സ്വലാത്തി അംദൻ ഔ സഹ്വൻ. നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിനെ ഒരാള് മനഃപൂർവമോ അല്ലെങ്കിൽ മറന്നോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒന്നാണ് ഖുനൂത്ത്. അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. അല്ലെങ്കിലോ മറന്നു പോയാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. മനഃപൂർവ്വം ഒഴിവാക്കാം, അല്ലെങ്കിൽ മറന്നൊഴിവാക്കാം. നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്തിനെ, നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തിൽപ്പെട്ട സുന്നത്ത് ആണ് ഉദാഹരണം ഖുനൂത്ത്. മനഃപൂർവ്വം ഒഴിവാക്കി അല്ലെങ്കിൽ മറന്നൊഴിവാക്കി, ആ മനുഷ്യന് സഹവിന്റെ സുജൂദ് സുന്നത്താണ്. രണ്ടാമത്തെ 6 കാരണം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ കാരണം ശക്കും ഫീ തർക്കി ബഅദി മുഅയ്യൻ. അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഏതോ ഒരെണ്ണത്തെ താൻ ഉപേക്ഷിച്ചോ ഒഴിവാക്കിയോ എന്നൊരു സംശയം ഉണ്ടെങ്കിലും സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. മൂന്നാമത്തെ കാരണം നഖ്ലു മത്ലൂബി ഖൗലിയിൻ ലാ യുബ്തിലു നഖ്ലുഹു ഇലാ ഗൈരി മഹല്ലിഹി.
നമ്മൾ വായ കൊണ്ട് പറയൽ നിർബന്ധവും സുന്നത്തുമായ പല കാര്യങ്ങളും നിസ്കാരത്തിലുണ്ട്. അത്തഹിയ്യാത്തുണ്ട്, സ്വലാത്തുണ്ട്, ദുആണ്ട്, സുബ്ഹാന റബ്ബിയൽ അലീമുണ്ട്, സുബ്ഹാന റബ്ബിയൽ അഅലയുണ്ട്. ഇതിലിപ്പോ റുകൂഇൽ പറയേണ്ടത് സുജൂദിൽ പറഞ്ഞു പോയി എന്നോർത്ത് നിസ്കാരം ബാത്തിലാവുന്നില്ല. നിസ്കാരം ബാത്തിലാവാത്ത രീതിയിൽ ചില കൗലിയായ കാര്യങ്ങളെ, വായ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയി പോയാൽ അവിടെ സഹവിന്റെ സുജൂദ് സുന്നത്താണ്. ഇപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടുന്ന ആ പ്രയോഗം വായ കൊണ്ട് പറയേണ്ട ഫർളാണ്. അതിനെ നിസ്കാരത്തിന്റെ ഇടയിൽ പറഞ്ഞ നിസ്കാരം പോയി. അങ്ങനെ അല്ലാത്ത വേറെ വായ കൊണ്ട് പറയുന്ന വല്ലതും, അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരാൾ ഫാത്തിഹ ഓതിപ്പോയി, അറിയാതെ ഓതിപ്പോയതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ വായ കൊണ്ട് പറയേണ്ട കാര്യം അത് പറയേണ്ട ഇടമല്ലാത്തടത്തേക്ക് മാറ്റി പറഞ്ഞു പോയാൽ ആ മനുഷ്യൻ സഹവിന്റെ സുജൂദ് ചെയ്യൽ ശക്തമായ സുന്നത്താണ്. പിന്നെ സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. സഹ്വുമാ യുബ്തിലുഹു അംദുഹു കതത്വീലി റുക്നിൻ കസീരിൻ. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യം മറന്ന് ചെയ്തു പോയാലും സഹവിന്റെ സുജൂദ് സുന്നത്താണ്. ഇപ്പൊ മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യമാണ് ഖസീറായ ഫർദിനെ നീട്ടാം. ഖസീറായ ഫർദ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ഒരു ഫർദ് ഉണ്ട്, അതിനെ നീട്ടാൻ പാടില്ല. അങ്ങനെ രണ്ട് ഫർദാ ഉള്ളത്. ഒന്ന് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, രണ്ട് എഴുത്തിദാല്. ഇത് ഖസീറായ ഫർദാണ്. അതിൽ ചൊല്ലേണ്ട രണ്ട് ദിക്റുകളുണ്ട്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും എഴുത്തിദാലിലും. അതിന് ചൊല്ലാൻ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതും വിട്ട് നീണ്ട് ഒരാൾ അത്തഹിയാത്തൊക്കെ ഇരിക്കുന്ന പോലെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തെ നീട്ടിവിട്ടാൽ ആ നിസ്കാരം ബാത്തിലാവും. കാരണം അത് ചുരുക്കി ചെയ്യേണ്ട ഒരു ഖസീറായ ഫർദാണ്. അതിനെ നീട്ടിക്കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഒരാൾ നീട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഖസീറായ ഫർദിനെ നീട്ടാൻ പാടില്ല. ഇഅ്തിദാലിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ചൊല്ലുന്ന ദിക്ർ ചൊല്ല, അതിനപ്പുറത്തേക്ക് നീണ്ടു പോവാതിരിക്കുക. ഖുനൂത്ത് വരുന്ന സന്ദർഭമല്ലാട്ടോ ഈ പറഞ്ഞത്. അപ്പൊ ഖസീറായ ഫർദിനെ ഒരാൾ നീട്ടി കൊണ്ടുപോയാൽ, മനഃപൂർവ്വമാണ് നീട്ടണമെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അത് മറന്നാണ് ചെയ്യുന്നത് എങ്കിൽ ആ മനുഷ്യന് സഹവിന്റെ സുജൂദ് ശക്തമായ സുന്നത്താണ്. അതായത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം മറന്നു ചെയ്താൽ സഹവിന്റെ സുജൂദ് സുന്നത്താണ്. അഞ്ചാമത്തെ കാരണം അശ്ശക്കു ഫീമാ സ്വല്ലാഹ് മഅ ഇഹ്തിമാൽ സിയാദതി. ഒരാൾ നിസ്കരിച്ച റക്അത്തുകളിൽ സംശയം വന്നു, എന്നാലും കൂടുതൽ റക്അത്ത് നിസ്കരിച്ചതാവാനാണ് സാധ്യത. ഉദാഹരണം ലോഹർ 5 നിസ്കരിച്ചിട്ടുണ്ടാവും, കുറഞ്ഞു പോയിട്ടില്ല. സംശയമുണ്ട്, സംശയത്തിൽ കൂടുതലിനാണ് സാധ്യത. അങ്ങനെ വരുന്നിടത്ത് ആ മനുഷ്യൻ സഹവിന്റെ സുജൂദിൽ സുന്നത്താണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നാല് റക്അത്തുള്ളത് 3 ആണോ 4 ആണോ എന്ന് സംശയിച്ചാൽ, എന്നാൽ എന്താ ചെയ്യേണ്ടത്? 3 കൊണ്ട് പിടിച്ചിട്ട് 4ാമത് റക്അത്ത് കൊണ്ടുവരികയും ചെയ്യണം. യസ്ജുദുൽ സഹ്വി സംശയിച്ചു പോയല്ലോ, അതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ്. ആ സംശയം നീങ്ങിപ്പോയാലും ശരി, സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആറാമത്തെ കാരണം, സഹവിന്റെ സുജൂദിന് പറയപ്പെട്ടിട്ടുള്ള 6 കാരണങ്ങളിൽ 6ാമത്തെ കാരണം വുഖൂഉ ശൈഇൻ മിൻ ഹാദിഹിൽ അസ്ബാബി മിൻ ഇമാമിഹി ഫയസ്ജുദു വഇല്ലം യസ്ജുദ് ഇമാമുഹു. ഈ പറയപ്പെട്ട കാരണങ്ങൾ, ഇപ്പൊ മുമ്പ് 5 കാര്യങ്ങൾ പറഞ്ഞ 6ാമത്തെ ആണല്ലോ പറയുന്നത്. 6ാമത്തെ കാരണം, പറയപ്പെട്ട 5-ൽ ഏതെങ്കിലും ഒരു കാരണം ഇമാമിന് സംഭവിച്ചിട്ടുണ്ട്. അത് മഅ്മൂമിന് ബാക്കിൽ നിന്നപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇമാമിട്ട് സുജൂദ് ചെയ്തിട്ടുമില്ല, എന്നാൽ ആ മഅ്മൂമിന് സുജൂദ് ചെയ്യാവുന്നതാണ്. അതാണ് 6ാമത്തെ കാരണം. മഅ്മൂമിന് സുജൂദ് ചെയ്യാം. ഇനിയോ, ഒരു മഅ്മൂമിന് പിഴവ് സംഭവിച്ചു, ഇമാമിന് സംഭവിച്ചിട്ടില്ല. ആ മഅ്മൂമ് തനിക്ക് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞ് അയാള് സുജൂദ് ചെയ്യേണ്ടതില്ല, കാരണം അവന്റെ പിഴവിനെ ഇമാമ് വഹിച്ചു. എന്നാൽ ഇമാമിന് പറ്റിയ പിഴവ്, ഇമാമ് സഹവിന്റെ സുജൂദ് ചെയ്യാതെ സലാം വീട്ടിപ്പോയാൽ, സുന്നത്ത് മുഅക്കദയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇമാമ് സലാം വീട്ടി സുജൂദ് ചെയ്തില്ല. എന്നാൽ മഅ്മൂമ് സുജൂദ് ചെയ്തൊരു സുന്നത്താണ്. കാരണം ഇമാമിന് ബാധിച്ച പിഴവ് ഈ മഅ്മൂമിനെ ബാധിക്കുന്നതാണ്. മഅ്മൂമിന് ഒറ്റയ്ക്കാണ് പിഴവ് സംഭവിച്ചെങ്കിൽ മഅ്മൂമ് സുജൂദ് ചെയ്യാൻ പാടില്ല, സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അവന്റെ പിഴവിനെ ഇമാമ് പരിഹരിച്ച് വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. ആ രീതിയിൽ ഇമാമിന്റെ പിഴവുകളെ പരിഗണിച്ചുകൊണ്ട് സഹവിന്റെ സുജൂദ് ഇമാമ് ചെയ്തില്ലെങ്കിലും മഅ്മൂമിന് സുന്നത്ത് മുഅക്കദയാണ്. ഇനി കേട്ടോളൂ, അതുപോലെ തന്നെ
അതുപോലെ തന്നെ വലാ യസ്ജുദുൽ വൽ മസ്ബൂഖു യുഈദുഹു ഫി ആഖിരി സ്വലാത്തിഹി. ഒരു ഇമാമിന് തെറ്റുപറ്റി ഇമാമ് സലാം വെട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്തു. അപ്പോഴുണ്ട് റകഅത്ത് പിന്തി വരുന്ന മസ്ബൂക്ക് ഉണ്ടല്ലോ, ആ ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ കൂടിയ ആളാണ്. ഇമാമ് സലാം വെട്ടിയ ശേഷം അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മസ്ബൂക്കായി വന്ന ആളല്ലേ, അവന് വിട്ടുപോയ റകഅത്തുകൾ അവൻ പൂർത്തീകരിച്ച് നിസ്കരിക്കണം. അങ്ങനെ റകഅത്തുകൾ പിന്തി വരുന്ന മസ്ബൂക്കായ മഅ്മൂമ് ഇമാമിന്റെ കൂടെ സഹവിന്റെ സുജൂദ് ചെയ്തതാണല്ലോ. എന്നാലും ഈ മഅ്മൂമ് സലാം വെട്ടുന്നതിന് മുമ്പ് വീണ്ടും സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഇനിയോ അയാളെ തുടർന്ന് പിന്നെയും ഒരാൾ മസ്ബൂക്കായി അയാളെ ഇമാമാക്കി പിന്നിൽ ഒരാൾ കൂടി, സാധാരണ പള്ളികളിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഇയാള് സലാം വെട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്തു, ആ കൂട്ടത്തില് ആ പിന്തുടർന്ന ആൾക്ക് വീണ്ടും തുടരാം. അവൻ സലാം വെട്ടുന്നതിന് മുമ്പ് വീണ്ടും സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇപ്പൊ 2 വട്ടം സഹവിന്റെ സുജൂദ് ഒരു നിസ്കാരത്തിൽ വന്നു. ഒന്ന് ഇമാമിനെ തുടർന്ന നേരത്ത് ഇമാമിനെ തുടർന്നുകൊണ്ടും 2 ഇമാമിന്റെ പിഴവുകൾക്ക് വേണ്ടിയിട്ടും ആ രീതിയിൽ 2 സഹവിന്റെ സുജൂദ് 2 പ്രാവശ്യം സ്വന്തം സലാം വീട്ടുന്നതിന് മുമ്പും ഇമാമ സലാം വീട്ടുന്നതിന്റെ മുമ്പും നടന്ന ആ 2ലും ഒരാള് നിർവഹിക്കണം എന്നുള്ളതാണ് ഫിഖ് പറയുന്നത്. ഇത്തിരി കടുപ്പമുള്ള ഭാഗമാണ്, ഒന്ന് ശ്രദ്ധിക്ക, അല്ലെങ്കിൽ അത് മനസ്സിലാവൂല. അപ്പൊ ഈ രീതിയിലുള്ള 6 കാരണങ്ങൾ കൊണ്ട് സഹവിന്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി വയഫൂതു സുജൂദ് സഹവി ഇൻ സല്ലമ അംദൻ വഇൻ ഖറബൽ ഫസ്ലു. ഒരാൾക്ക് സഹവിന്റെ സുജൂദ് സുന്നത്താണെന്ന് അറിയാം, അത് ചെയ്തില്ല എന്നോർത്ത് നിസ്കാരം സ്വഹീഹാവാതിരിക്കൊന്നുമില്ല. സുന്നത്തല്ലേ ഉള്ളൂ, കൂലി കുറയും. ഒരാള് സുന്നത്തല്ലേ ഉള്ളൂ എന്ന അവഗണനാ മനോഭാവത്തോടു കൂടെ സലാം വീട്ടി, മനഃപൂർവ്വം സലാം വീട്ടിയാൽ ആ മനുഷ്യന് സഹവിന്റെ സുജൂദിന്റെ അവസരം നഷ്ടപ്പെട്ടു. ഇനി ഒരാൾ സഹവിന്റെ സുജൂദ് ചെയ്യാതെ മറന്ന് സലാം വീട്ടിയാൽ, ഒരുപാട് സമയം ദൈർഘ്യമായിട്ടില്ലെങ്കിൽ, മറന്നുപോയി സലാം വീട്ടിപ്പോയാൽ ഒരുപാട് സമയം ദൈർഘ്യമായില്ലെങ്കിൽ വേഗം തന്നെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് സഹവിന്റെ സുജൂദ് അങ്ങോട്ട് ചെയ്യാ. വീണ്ടും മടങ്ങി ഇടയിലെ ഇരുത്തം ഇരുന്നു കൊണ്ട് 2 പ്രാവശ്യമാണല്ലോ സഹവിന്റെ സുജൂദ്, സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ തന്നെ. മറന്നാണ് സലാം വീട്ടുന്നത് എങ്കിൽ അവൻ സഹവിന്റെ 2 സുജൂദ് ചെയ്ത് അത്തഹിയാത്തിലെ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് സലാം വീണ്ടും വീട്ടണം. എന്തുകൊണ്ട്? സഹവിന്റെ സുജൂദിന് വേണ്ടിയിട്ട് മറന്നവൻ വീണ്ടും പ്രവേശിക്കുമ്പോൾ അവൻ നിസ്കാരത്തിലേക്കാ പ്രവേശിക്കുന്നത്. അതിന്റെ പേരിൽ അവൻ നിസ്കാരത്തിന്റെ അതബോടുകൂടെ തന്നെ വീണ്ടും സലാം കൊണ്ട് നിസ്കാരം അവസാനിപ്പിക്കണം. ഒന്നുകൂടി പറയാം, സഹവിന്റെ സുജൂദ് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ട് സലാം വീട്ടിയാൽ അവന് സഹവിന്റെ സുജൂദിന്റെ ചാൻസ് പോയി. ഒരാൾ മറന്നുപോയി സലാം വീട്ടിയതാണെങ്കിൽ വേഗം തന്നെ അത്തഹിയാത്തിലേക്ക് ഇരിക്കാം. കുറെ സമയം ആകുന്നതിന് മുമ്പ് തന്നെയാണ്, കുറെ സമയം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേഗം തന്നെ വീണ്ടും അത്തഹിയാത്തിലേക്ക് ഇരിക്കാം. അത്തഹിയാത്തൊന്നും ഓതണ്ട, നേരെ വീണ്ടും സഹവിന്റെ സുജൂദ് ചെയ്യാം. എന്നിട്ട് ഒരിക്കൽ കൂടി സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് പിൻവാങ്ങാം. ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ, സഹവിന്റെ സുജൂദിന് പറയപ്പെട്ട കാരണങ്ങൾ ഒരെണ്ണം സംഭവിച്ചാലും ഒന്നിലധികം സംഭവിച്ചാലും ഒരു പ്രാവശ്യത്തെ സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. ആ നിലക്ക് നേരത്തെ ഒരു സഹവിന്റെ സുജൂദിന്റെ കാരണം ഉള്ള ആള് ആണ് അറിയാതെ വീണ്ടും സലാം വീട്ടുക എന്ന കാരണം പിന്നെ ഉണ്ടായത്. അങ്ങനെയുള്ള ആള് ഇതെല്ലാത്തിനും കൂടി ഒരു പ്രാവശ്യം സഹവിന്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടി നിസ്കാരത്തിന് പിൻവാങ്ങിയാലും ആ നിസ്കാരത്തിൽ പ്രശ്നം ഇല്ല. ഇതാണ് അതിന്റെ ഫിഖ്ഹ്. സഹവിന്റെ സുജൂദ് യജ്ബുറു സുജൂദു സഹവി മാ ഖബ്ലഹു വമാ ബഅദഹു വമാ ഫീഹി മിനൽ ഖലൽ. സഹവിന്റെ സുജൂദ് ശേഷമുള്ളതിനും കഴിഞ്ഞു പോയതിനും നിലവിൽ ഉള്ളതിനും ഒക്കെ പരിഹാരം ആണ്. അങ്ങനെയുള്ള 3 നിലക്കുള്ള പിഴവുകൾ, കഴിഞ്ഞു പോയ പിഴവുകൾ, വരാനുള്ള പിഴവുകൾ, നിലവിൽ നിസ്കാരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് സംഭവിച്ച ആ പിഴവുകൾ, ഈ 3 തരം പിഴവുകൾക്കും സഹവിന്റെ സുജൂദ് പരിഹാരമാണെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്ലാഹു തആല അത് ഓർത്ത് അമലിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. നിസ്കാരത്തിന്റെ പിഴവുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിൽ സുജൂദ് കൊണ്ട് വിജയിച്ച ആളുകളുണ്ട്, സുജൂദ് കബൂലായ മനുഷ്യന്മാരുണ്ട്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹബീബായ നബി തങ്ങൾ തിരിച്ചറിയുന്ന സുജൂദ് ചെയ്ത ആളുകളുണ്ട്.
ആ സുജൂദുകാരിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ. പ്രധാനമായും ചർച്ച ചെയ്യുന്ന 3 സുജൂദുകളിൽ 1 സഹ്വിന്റെ സുജൂദ്, 2 തിലാവത്തിന്റെ സുജൂദ്, 3 ശുക്റിന്റെ സുജൂദ്. തൽക്കാലം സഹ്വിന്റെ സുജൂദ് അവിടെ നിൽക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി മറ്റു സുജൂദുകളിലേക്കുള്ള വിശകലനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.